വടകര മുനിസിപ്പാലിറ്റി 7-ാം വാർഡിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി സുരേഷ് ബാബു നോമിനേഷൻ നൽകി. ഈ വാർഡിലെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യത്തിനെതിരെയാണ് മത്സര രംഗത്ത് ഇറങ്ങിയതെന്ന് സുരേഷ് ബാബു പറഞ്ഞു. വടകര വടക്കാത്തൊരു വാർഡിലെ 7-ാം വാർഡിൽ സ്വതന്ത്രനായാണ് ഞാൻ മത്സരിക്കുന്നത്. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീമാൻ സുനിൽകുമാറാണ് മത്സരിക്കുന്നത്. അവരുടെ ജ്യേഷ്ഠനും അനുജനും മത്സരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കുടുംബാധിപത്യത്തിനെതിരെയാണ് എൻ്റെ ഈ നോമിനേഷൻ. കുടുംബം മാത്രമാണ് അവിടെ മത്സരിക്കുന്നത്. പ്രവർത്തകന്മാർക്കൊന്നും വിട്ടുകൊടുക്കാതെ അവർക്ക് മാത്രം, സജീവ പ്രവർത്തകർ ആ വാർഡിലിരിക്കെ അവർക്ക് മാത്രം മത്സരിക്കാനുള്ള ഒരു അവകാശമായി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ അവർക്കെതിരായി നോമിനേഷൻ സമർപ്പിക്കാൻ തീരുമാനിച്ചത്. ഞാൻ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിട്ട് 10-25 വർഷമായി. ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ശ്രീമാൻ മുരളീധരൻ, ശ്രീമാൻ ഷാഫി പറമ്പിൽ, KK രമ, കൂടാതെ എൻ്റെ വാർഡിലെ 6ഓളം കൗൺസിലർമാർ എന്ന് വെച്ചാൽ ഒരു 30 വർഷം, അത്ര വർഷത്തോളമായി ഞാൻ ഈ കോൺഗ്രസിനെ തെരുവിലുള്ള വാർഡ് പ്രസിഡന്റായും ബൂത്ത് പ്രസിഡന്റായും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും എല്ലാ വിഭാഗങ്ങളെയും അവർ അവഗണിച്ചുകൊണ്ടാണ് ഇവർ ഈ സ്ഥാനാർത്ഥിത്വം എനിക്ക് നിഷേധിച്ചത്. നിലവിൽ ഞാനിപ്പം അവിടുത്തെ ബൂത്ത് പ്രസിഡന്റാണ്. വാർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ പറഞ്ഞു. ഞാൻ ബൂത്ത് പ്രസിഡന്റാക്കി. ബൂത്ത് പ്രസിഡന്റ് ആയപ്പോഴാണ് ഈ ഷാഫി പറമ്പിൽ, KK രമ MLA ഒക്കെ നേതൃത്വത്തിനും അവരുടെ നേതൃത്വത്തിനും ഞാൻ ആ വാർഡിൽ വെച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി. അവരുടെ ഒരാൾ റിട്ടയറായി വരിക, അത് കഴിഞ്ഞ് ഒരവിടെ പിന്നീട് സ്ത്രീയുടെ വാർഡായിരുന്നു, പിന്നീട് ഒരാൾ റിട്ടയറായി വരിക. അത് ഒരേ കുടുംബത്തിൽ തന്നെ. അത് നമുക്ക് തീരെ അംഗീകരിക്കാൻ സാധ്യമല്ല.